നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. താൻ സൂപ്രണ്ടിന്റെ മുറിയിലേക്ക് നടന്നോ, ഞാൻ പുറകെ വരാം. ശരി സാർ. നിനക്ക് നാളെ കണ്ണുണ്ടൂടെ? ഞാനല്ല, നിങ്ങളെ എന്റെ ദേഹത്ത് വന്നിടിച്ചത്. എന്നാലും എനിക്ക് പരാതിയൊന്നുമില്ല. എന്റെ ദേഹത്തൊന്നും ഇടിച്ചിട്ട് നിനക്ക് പരാതിയില്ലെന്നോ? അത് കൊള്ളാലോടാ. ഇതെന്താ വെള്ളരിക്കപ്പെടണോ? മാറിക്കടാ. എന്താ നിങ്ങൾ കാണിക്കുന്നത്? ഞാൻ നിങ്ങളോട് ഒരു മര്യാദക്കേട് പറഞ്ഞിട്ടുമില്ല, പ്രവർത്തിച്ചിട്ടുമില്ല. പിന്നെ എന്തിനാ എന്റെ നേരെ വഴക്കുണ്ടാക്കുന്നത്? നീ റഹീമിനെ പഠിപ്പിക്കുന്നോടാ. എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തില്ല. എന്നെ ഒന്നും ചെയ്യരുത്. മര്യാദക്കേട് കാണിച്ചിട്ട് ചിരക്കുന്നോടാ. വേണ്ട, വേണ്ട. എന്താ നിങ്ങൾ എന്തീ കാണിക്കുന്നത്? ഞാൻ നിരവധി ഞാനല്ല, അയാളാണ്. ഞാൻ പറയട്ടെ. ജയിലിനകത്ത് എല്ലാവരും കുറ്റവാളികൾ തന്നെയാ, സമ്മതിച്ചു. പക്ഷെ ഇതിനകത്തൊരു ഡിസിപ്ലിൻ ഉണ്ട്. അത് തെറ്റിക്കുന്നവനെതിരെ ആക്ഷൻ എടുത്തേ പറ്റൂ. സർ, ഇക്കാര്യത്തിൽ ഞാൻ നിരപരാധിയാണ്. അയാൾ ഇങ്ങോട്ടേക്ക് വന്ന് വഴക്കുണ്ടാക്കിയതാ. ഒരു കാരണമില്ലാതെ തന്റെ നേരെ വന്ന് വഴക്കുണ്ടാക്കാൻ അയാൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? ഞാൻ പറഞ്ഞത് സത്യമാണ് സർ. ഞാൻ സാറിനെ കാണാൻ വരികയായിരുന്നു. അപ്പോ അയാൾ എനിക്കെതിരെ വന്ന് എന്റെ ശരീരത്തിലിടിച്ച് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുകയായിരുന്നു. എന്നിട്ട് ദൃക്സാക്ഷികളായ പോലീസുകാരും മറ്റ് ജയിൽ പുള്ളികളും അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. എങ്കിൽ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടായിരിക്കും സർ. എന്ത് ഗൂഢാലോചന? താൻ ജയിലുദ്യോഗസ്ഥരുടെ നേരെ അനാവശ്യമായ ആരോപണം ഉന്നയിച്ചാലുണ്ടല്ലോ, തെറ്റ് ചെയ്തിട്ട് അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങളുടെ തലയിൽ കെട്ടിവെച്ചാലുണ്ടല്ലോ. ഇയാളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? സർ, ഇയാൾ മനഃപൂർവ്വം പറയുന്നതാണ് സർ. ഇയാളെന്തോ മുൻവൈരാഗ്യം തീർക്കുന്നത് പോലെ ആ റഹീമിനോട് ചെന്ന് വഴക്കുണ്ടാക്കായിരുന്നു. സർ, അങ്ങനെയല്ല സർ. താൻ ഇനി ഒരു അക്ഷരം സംസാരിക്കരുത്. ഞങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നോക്കുന്നോ? വിചാരണ തടവുകാരനായ തനിക്ക് കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. അതൊക്കെ ശരി തന്നെ. പക്ഷേ ജയിലിനകത്ത് പ്രകോപനപരമായി പെരുമാറുകയും മറ്റൊരാളെ കൊല്ലാനുമാണ് താൻ ശ്രമിച്ചത്. സർ, അതുകൊണ്ട് തനിക്ക് അനുവദിച്ച ഈ ജാമ്യ ഹർജി ക്യാൻസൽ ചെയ്യാതെ എനിക്ക് വേറെ വഴിയില്ല. തനിക്ക് പോകാം. സർ, അങ്ങനെ ഒരു തീരുമാനം എടുക്കരുത് സർ. നാളെ എന്റെ മകളുടെ കല്യാണമാണ്. സാർ, ദയവായി എന്നെ പോകാൻ അനുവദിക്കണം. എന്റെ മകളെയും അവളെ താലി ചാർത്തുന്ന പുരുഷനെയും അനുഗ്രഹിക്കേണ്ടത് ഒരച്ഛനെന്ന നിലയിൽ എന്റെ കടമയാണ്. താൻ എന്ത് പറഞ്ഞാലും എത്ര പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്താലും തന്നെ വിടാൻ നിയമം അനുവദിക്കുന്നില്ല. സാർ, എല്ലാം കൊണ്ടും തകർന്നു പോയ അച്ഛനാണ് സാർ ഞാൻ. താൻ തകർന്നു പോയിട്ടുണ്ടെങ്കിലേ അതിന്റെ ഉത്തരവാദി താൻ തന്നെയാണ്, ഞങ്ങളാരുമല്ല. സ്വന്തം മകളോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ വിവാഹത്തലേന്ന് താൻ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുമായിരുന്നോ? അപ്പോ താൻ ചെയ്ത തെറ്റിന് താൻ തന്നെ ശിക്ഷ അനുഭവിക്കണം. സാർ, ഒരച്ഛന്റെ വേദന സാർ മനസ്സിലാക്കണം. എന്റെ മകളുടെ കൈ പിടിച്ച് മറ്റൊരാളുടെ കൈകളിൽ കൊടുക്കാൻ ഞാനുണ്ടാവണം. സാർ, എന്നെ ഒന്ന് പോകാൻ അനുവദിക്കണം. എടോ, തടവ് പുള്ളികളായ ക്രിമിനലുകളുടെ മുമ്പിൽ അലിയാൻ പാകത്തിലുള്ള മഞ്ഞുകട്ടയല്ല എന്റെ മനസ്സ്. ഇതിനകത്ത് കയറിയതോടെ മനസ്സൊരു കരിങ്കല്ലായി മാറി. അങ്ങനെ മാറ്റി. സാർ, മകൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാതെ പോയൊരച്ഛനാണ് ഞാൻ. ഈ കല്യാണത്തിലെങ്കിലും പങ്കെടുക്കാൻ സാർ എന്നെ ഒന്ന് അനുവദിക്കണം. പിടിച്ചോണ്ട് പോടോ. സാർ, പ്ലീസ്. സാർ, എന്താടാ? അല്ല, ഇപ്പോ മുത്തശ്ശി നന്ദിനടുത്തും ഫ്രീയാ. ഇത്തിരി കഴിയുമ്പോ തിരക്കാവും. ഇപ്പൊ തന്നെ കാശിന്റെ കാര്യം ചോദിക്കാം. ശരി, ചോദിക്കാം.
അതെ, ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. മോളെ നന്ദിനി, നന്ദിനി ഇങ്ങ് വന്നേ. എന്താ അമ്മേ? ഇവർക്കെന്തോ സംസാരിക്കാനുണ്ടെന്ന്. ആ അതെ, എന്താ പണിക്കരെ? ഹൽദിക്ക് മുമ്പ് പണം തരാന്നാ പറഞ്ഞിരുന്നേ. ഇപ്പൊ ഹൽദി കഴിഞ്ഞു. 1.5 കോടി രൂപ മീനാക്ഷിക്ക് സമ്മാനമായി തരാമെന്നാ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ആ, അതെ അതെ. അതിൽ 1 കോടി രൂപ നന്ദിനി ബാഗിലാക്കി വെച്ചിട്ടുണ്ട്. ബാങ്കിൽ നിന്ന് ഞാൻ എടുത്ത 50 ലക്ഷം കൂടി ഇപ്പൊ നന്ദിനിയുടെ ബാഗിലേക്ക് ഞങ്ങൾ വയ്ക്കും. പണം വാങ്ങി ഇന്ന് തന്നെ ബാങ്കിലേക്ക് ഇട്ടേക്കാം, അല്ലടാ? പണം കയ്യിൽ വെച്ചോണ്ടിരിക്കരുത്. മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി എന്റെ കയ്യിൽ തന്ന ഞാൻ തന്നെ അത് കൊണ്ടുപോയി ബാങ്കിൽ ഇട്ടോളാം. അതുപോലെ ആ അത് മതി. പക്ഷേ വേവുവോളം കാത്ത സ്ഥിതിക്ക് ഇനി 6 കാക്കാം. നാളെ കല്യാണ പന്തലിൽ വെച്ച് താലി കെട്ടുന്നതിന് മുമ്പായി പണം കൈമാറാം. ആ അതാണ് അതിന്റെ ന്യായം. പണം ഇവിടെ ഇരിക്കല്ലേ, പിന്നെ എന്തിനു പേടിക്കണം? കാര്യങ്ങൾ കൈവിട്ടു പോയല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? അയ്യോ, മൈഥിലി പുറത്തു പോയല്ലോ. അതും പ്രശ്നമാവുമല്ലോ. എടാ, ഞാൻ ആരും കാണാതെ പുറത്തെത്തി. ദേ ടാക്സിയിലേക്ക് കയറാൻ തുടങ്ങുക. നീ എത്രയും വേഗം പണവും വാങ്ങി അവിടെ നിന്ന് ഇറങ്ങ്. എന്റെ മൈഥിലി, ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്. എന്താടാ? അവര് പണം തന്നില്ല. താലി കെട്ടിന് മുന്നേ പണം തരാന്ന്. നാളെ താലി കെട്ടി കഴിഞ്ഞു തരാന്ന് പറഞ്ഞാലോ? നീ അവളെ കെട്ടണ്ടേ? ചുറ്റിയല്ലോടി. ദൈവമേ, ഇനി എന്ത് ചെയ്യും? നീ എന്തായാലും വേഗം തിരിച്ചു വാ. എത്ര പേരുടെ കണ്ണ് വെട്ടിക്കണം തിരികെ ഒന്ന് അകത്ത് കയറാൻ. ഇത് വല്ലാത്തൊരു പൊല്ലാപ്പാണല്ലോ ദൈവമേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.